അങ്ങനെ ഞാനൊരു പുതിയ വീട് വെക്കാൻ പോകണ്ടാ. ഇതാണ് ഞാൻ ഇത്രയും നാൾ താമസിച്ച ഒരു കുഞ്ഞു ഓട് വീട് കേട്ടാ. അച്ഛനും അച്ഛമ്മയൊക്കെ ആയിട്ട് കെട്ടിയ വീടാണിത്. ഇതല്ലാണ്ട് ഞാൻ തന്നെ മുഴുവൻ ചെലവെടുത്ത ഒരു വീട് കെട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ മൂത്താശ്ശേരനെയൊക്കെ വിളിച്ച് വീടിന്റെ പ്ലാനും വാസ്തു എല്ലാം നോക്കിയിട്ടുണ്ട്. അങ്ങനെ വീടിന്റെ പ്ലാനും അതുപോലെ തന്നെ പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള 3D എല്ലാം റെഡിയായി. പക്ഷെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്. വെള്ളമാണ് പ്രശ്നം. ഒരു നേരം മാത്രം വരുന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് വീട് പണിക്ക് വെള്ളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ കുഴൽക്കിണർ അടിക്കാൻ വേണ്ടി സ്ഥാനം നോക്കുക. അങ്ങനെ ബോർവെൽ അടിക്കാനായിട്ട് നല്ല സ്ഥാനം കുറെ രീതിയിൽ നോക്കിയിട്ടാ. എല്ലാ രീതിയിലും നോക്കിയതും ഒരേ സ്ഥലത്ത് വെള്ളം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കുഴൽക്കിണർ അടിക്കാൻ ആളുകൾ വന്നിരിക്കുകയാണ് കേട്ടോ. തമിഴന്മാരും ഹിന്ദിക്കാരും അടങ്ങിയ ഒരു സംഘമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വീടൊക്കെ ടാർപ്പായിട്ട് മൂടി ബോർവെൽ അടി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ 6-ാം തമ്പുരാനിലെ ലാലേട്ടനെ പോലെ നടക്കുകയാണ്. അച്ഛമ്മയാണെങ്കിൽ ആദ്യമായിട്ടാണ് കുഴൽക്കിണർ അടിക്കുന്നത് കാണുന്നത്. അത് ആസ്വദിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എപ്പോഴാണ് വെള്ളം വരിക എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുക. അങ്ങനെ കുറേ നേരം അടിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുഴൽക്കിണർ അടി ഉച്ചയാവുമ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രാത്രിയായിട്ടും വെള്ളം കാണാനില്ല. അങ്ങനെ ഇനി കുഴൽക്കിണർ വെള്ളം കിട്ടില്ലേന്ന് ആലോചിച്ച് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതാ ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നു വീട്ടിലേക്ക്. അങ്ങനെ അവര് വന്നുപോയി. എല്ലാവരും വെള്ളം വരില്ലേ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു, പണിക്കാരടക്കം. ആ സമയത്തായിരുന്നു പെട്ടെന്ന് വെള്ളം വന്നത്. എല്ലാവർക്കും പെട്ടെന്ന് സന്തോഷമായി. ആ സന്തോഷത്തിലിരിക്കുമ്പോഴേക്കും അടുത്ത ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തായാലും അടിപൊളി. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ മുറ്റം നേരാക്കി മോട്ടോർ വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പാത്രത്തിൽ ചരട് കെട്ടിയിട്ട് കുഴൽക്കിണറിന്റെ ഉള്ളിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ ആദ്യം വെള്ളം അച്ഛമ്മനെ കൊണ്ട് കുടിപ്പിച്ചു. ഒരു കുഴപ്പമില്ലാത്ത നല്ല വെള്ളം. അങ്ങനെ വെള്ളം ഒന്ന് ആദ്യത്തെ പ്രശ്നം പരിഹരിച്ചു. ഇനി വീട് പണി തുടങ്ങാൻ പോവാണ്. എന്റെ ചെറുപ്രായത്തിൽ ഒറ്റയ്ക്ക് വീട് വെക്കാൻ പോകണമെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും കാരണമാണ്. അപ്പൊ വീട് പണിന്റെ ഓരോ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.